ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് കഥ കേട്ട് തുടങ്ങാം. ആദ്യം അമ്മയെ വിളിച്ചു. അമ്മയ്ക്ക് നമ്മുടെ സയൻസ് ടീച്ചറിനെ അറിയാമോ? അറിയാലോ. ടീച്ചർക്ക് എന്ത് പറ്റി? പാർവതി ചോദിച്ചു. എൻ്റെ പൊന്നോ, ടീച്ചർക്കൊന്നും പറ്റിയില്ലേ? പക്ഷേ ടീച്ചർക്കൊരു മകനുണ്ട്. ആ കുട്ടീനെ അമ്മയ്ക്കറിയാവോ? ഉവ്വല്ലോ, എനിക്കറിയാം. എന്ത് പറ്റി ഇപ്പോൾ അവന്? ടീച്ചർ രണ്ടുപേരെയും മാറി തിരിഞ്ഞു നോക്കി. പാർവതി ടീച്ചറല്ല, പാർവതി രണ്ടുപേരെയും ഒന്ന് മാറി തിരിഞ്ഞു നോക്കി. അമ്മ, ടീച്ചറിൻ്റെ സരസി ടീച്ചറുടെ മോനുണ്ടല്ലോ, അവന് നമ്മുടെ മാളൂട്ടിയെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. കെട്ടിച്ച് കിടക്കുമോ എന്ന് ചോദിക്കുന്നു. എന്താ പറയേണ്ടത്? പാർവതി തിരിഞ്ഞ് മാളൂട്ടിയെ ഒന്ന് നോക്കി. നീ എന്താ പറഞ്ഞത്? അവന് നമ്മുടെ മാളൂനെ ഇഷ്ടമാണെന്ന്. വിവാഹം കഴിച്ച് കിടക്കുമോ എന്ന് ചോദിക്കുന്നു. എന്ത് പറയണോ അമ്മ? പാർവതി പെട്ടെന്ന് അവിടെ മുഖം മങ്ങി. അവൾ ചോദിച്ചു, അവൾക്ക് നമ്മളെപ്പറ്റി എല്ലാം അറിയാമോ? എല്ലാം അറിയാമേ. എന്തറിയാം? മാളൂട്ടിയുടെ അസുഖത്തെപ്പറ്റി അറിയുമോ? പാർവതി എടുത്തു ചോദിച്ചു. രണ്ടുപേരുടെയും മുഖം മങ്ങി. അത് സാറിന് അറിയാം അമ്മേ, അവൾ പതുക്കെ പറഞ്ഞു. പോരാ, എനിക്ക് ആ കുട്ടിയെ കാണണം, കണ്ട് സംസാരിക്കണം. അതിനെന്താ, അതിനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കാമല്ലോ, ആദ്യം എടുത്ത് പറഞ്ഞു. അമ്മ ഇപ്പോൾ തൽക്കാലം ഭക്ഷണം എടുത്ത് വെച്ചേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷേ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നിട്ടും മൂന്നുപേരുടെയും ഇടയ്ക്ക് വല്ലാത്ത നിശബ്ദത കളിയാടിയിരുന്നു. ആദ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമിലെത്തി ഫോണിലെത്തി കിഷോറിനെ വിളിച്ചു. എന്താടാ? കിഷോർ ചോദിച്ചു. എടാ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എടാ, അമ്മ ചോദിക്കുന്നു മാളൂട്ടിയുടെ അസുഖമൊക്കെ ഗോപനെ അറിയാമോന്ന്. അമ്മയ്ക്ക് അവനെ കണ്ട് സംസാരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനിപ്പോൾ അവൾക്ക് നമ്മുടെ മാളൂട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കണ്ടേ? അമ്മയ്ക്ക് ഗോപനെ കണ്ട് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെന്താ, നമുക്ക് വഴിയുണ്ടാക്കാം. നീ എന്തിനാ വിഷമിക്കുന്നത്? നീ അവിടെ കൂളായിട്ടിരുന്നേ, ഞാനിവിടെ ഇല്ലേ? കിഷോർ ആദ്യം സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസം കിഷോർ ഗോപനെയും കൊണ്ട് അമ്മയെ കാണാൻ എത്തി. ആദി ടെക്സ്റ്റൈൽ ഷോപ്പിലായിരുന്നു. പാർവതി എന്നോട് സംസാരിച്ചു മാളൂട്ടിയുടെ അസുഖ വിവരത്തെപ്പറ്റി. അവസാനം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ. മോനെ, അവളുടെ ജീവിതത്തിൽ ഇനിയൊരു വലിയ വേദന വന്നാൽ അതവൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരൊറ്റ വേദനയോടുകൂടി പഴയ ലോകത്തിലേക്ക് അവൾ കടന്നു പോകാം. വളരെയധികം ചികിത്സകൾക്ക് ശേഷം മാത്രമാണ് നമ്മളവിടെ പഴയ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതൊരിക്കലും മോൻ മറന്നു പോകില്ല. വീണ്ടും അവൾ പഴയ നിലയിലേക്ക് പോയാൽ അവളെ തിരിച്ചു പിടിക്കാൻ വളരെയധികം പാടായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഗോപൻ ചിരിയോടെ അമ്മയെ നോക്കി എന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്ക് അവളെപ്പറ്റി എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എൻ്റെ മാളൂട്ടിയെ ഞാനായിട്ട് ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഇപ്പം അമ്മയുടെ മുഖത്തെ സങ്കടമൊക്കെ മാറ്റി ഞങ്ങളെ രണ്ടുപേരെ സന്തോഷത്തോടു കൂടി ഒന്ന് അനുഗ്രഹിച്ച് അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്. അല്ലാതെ അമ്മയുടെ സങ്കടം നിറഞ്ഞ മുഖം അത് ഞങ്ങളെ രണ്ടുപേരെയും വേദനിപ്പിക്കുന്നുണ്ട്. കഥകൻ്റെ മറവിൽ നിന്നെല്ലാം കേട്ടുകൊണ്ടിരുന്ന മാളൂട്ടിയുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞൊരുക്കി. അവൾക്ക് അത്രയധികം സങ്കടം വന്നു. കാരണം ഗോപനേറെക്കാലം അവളുടെ പിറകെ നടന്നിട്ടും ഗോപന് തന്നോടുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ടും ഒരിക്കൽ പോലും അവിടെ ഒരു പച്ചക്കൊടി കാണിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. കാരണം അവൾക്ക് തന്നെപ്പറ്റി, തൻ്റെ ആദിയേട്ടനെപ്പറ്റി, തൻ്റെ കുടുംബത്തെപ്പറ്റി പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. താനായിട്ട് ഗോപൻ സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു പച്ചക്കൊടി കാണിക്കാൻ അവൾ വിമുഖതയെന്നും കാണിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് നേരിട്ട് വന്ന് അവൻ കിഷോറിനോട് തന്നെ ചോദിച്ചു. കിഷോറിൻ്റെ ആദിയുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ അമ്മയുടെ അനുവാദവും കിട്ടി. പിറ്റേ ഞായറാഴ്ച തന്നെ സരസ്വതി ടീച്ചറും ഗോപനും മാളൂട്ടിയെ പെണ്ണ് കാണാനായി എത്തി. ഇവിടെ ഇപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയുന്നത് വെറുതെ ഒരു ഫോർമൽ ചടങ്ങാണ്. കാരണം ഗോപൻ നേരത്തെ മാളൂട്ടി കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളത് നമ്മളൊരു പെണ്ണ് കാണൽ ചടങ്ങാക്കി മാറ്റി. അപ്പോൾ മാളൂട്ടിയെ മുഴുവൻ സന്തോഷം കൊണ്ട് വല്ലാതെ തൊടുത്തു. കിഷോർ എത്തിയിട്ടുണ്ട്. ആദ്യമില്ല, അതേ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ആദ്യ ചുമതല ഏൽപ്പിച്ചിട്ട് വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവന് ലീവ് എടുക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. പക്ഷേ കിഷോർ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യക്ക് അതിലൊന്നും യാതൊരുവിധ ടെൻഷനുമില്ല. എല്ലാ കാര്യങ്ങളും കിഷോർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സരസ്വതി ടീച്ചർക്കും അവളെ ഒരുപാട് ഇഷ്ടമായി. ഇതുവരെ ധൈര്യമായിട്ട് മാളൂട്ടിയോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടില്ലാത്ത നമ്മുടെ ഗോപൻ ഇന്ന് ധൈര്യമായിട്ട് ചോദിച്ചു, നിനക്കെന്നെ ഇഷ്ടമാണോ മാളൂട്ടിയെ? മറുപടി ഒരു തരത്തെ പുഞ്ചിരി മാത്രമായിരുന്നു. അല്ലെങ്കിൽ മാളൂട്ടി എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അവരോടുള്ള ഇഷ്ടം, പ്രണയമെല്ലാം ഒരൊറ്റ ചിരിയിൽ അവൾ ഒതുക്കി. കല്യാണം മാളൂട്ടിയുടെ പരീക്ഷ കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിച്ച് അവളിപ്പോൾ ഡിഗ്രി 3ാം വർഷമാണ്. എല്ലാവരും പിരിഞ്ഞു.
ആദി എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം രണ്ടുപേരും അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങി. മാളൂട്ടിയും കിഷോറും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ദുവ ഇന്ന് ഡിസ്ചാർജാണ്. ആദി അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് ഉപ്പാൻ്റെ തിരസ്കരണത്തിന് ശേഷം, ഉപ്പാൻ്റെ അവഗണനയ്ക്ക് ശേഷം ആദി ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് പിന്നെ ദുവയെ കാണാൻ എത്തിയിട്ടില്ല. അതിന് സമയമില്ലാതെ പോയി. ഇപ്പോൾ അവൾ ഡിസ്ചാർജാണ്. രണ്ടുപേരും എത്തിയിട്ടുണ്ട്. രണ്ടുപേരും എത്തുമ്പോഴേക്കും ഉമ്മ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് പോകാനായി റെഡിയായിരിക്കുകയായിരുന്നു. ദുവയുടെ വലത് കാലിനും ഇടത് കൈക്കും പ്ലാസ്റ്റർ ഇട്ടേക്കാണ്. പിന്നെയും ഒരുപാടേറെ മുറിവുകളുണ്ട്. ഇനിയും കുറച്ച് നാൾ കൂടി കഴിയണം ഒക്കെ ഭേദമായി നമ്മുടെ ദുവ എഴുന്നേറ്റൊന്ന് നടക്കാൻ. ദുവ തൻ്റെ അരികിലേക്ക് മാളൂട്ടിയെ വിളിച്ചു. എന്താടാ അവൾ ചോദിച്ചു. ആദ്യേട്ടൻ വന്നില്ലല്ലേ? വാശിയാണല്ലേ? അങ്ങനെയല്ലടാ, ഉപ്പ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഒക്കെ ശരിയാകുമ്പോൾ ആദ്യേട്ടൻ വരും ഉപ്പാൻ്റെ മുന്നിലേക്ക്. ഈ മുത്തിനെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കാൻ. പോരെ? ദുവ നാണത്തോട് ചിരിച്ചു. അവർ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു. അവളെ കിഷോറാണ് എടുത്ത് കാറിൽ കൊണ്ട് ഇരുത്തിയത്. കിഷോറിൻ്റെ കാറിൽ തന്നെയായിരുന്നു വീട്ടിലേക്ക് പോയത്. അവർ പോകാനായി ഇറങ്ങി. അപ്പോഴാണ് കാറിൽ കയറുന്ന തൊട്ടു മുമ്പ് മാളൂട്ടിയുടെ ശ്രദ്ധയിൽ ഒരു പെൺകുട്ടി പെട്ടത്. കിഷോറേട്ടനെ തന്നെ അത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന നല്ല നേവി ബ്ലൂ കളർ ചുരിദാറിട്ട ഒരു പെൺകുട്ടി. ആ കളർ ചുരിദാറിൽ വളരെയധികം സുന്ദരിയായിരുന്നു. അതാരാണെന്ന് കാണുന്നതിന് മുമ്പ് കിഷോർ വണ്ടി വിട്ട് കഴിഞ്ഞിരുന്നു. ഏട്ടാ, എന്താടാ? അവിടെ ഒരു പെൺകുട്ടി ഏട്ടനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഓ പിന്നെ നിനക്ക് തോന്നിയതായിരിക്കും, കിഷോർ പറഞ്ഞു. അല്ല ഏട്ടാ, നേവി ബ്ലൂ കളർ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. ആ ചുരിദാർ കാണാൻ നല്ല ഭംഗിയുണ്ട്. മുടിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടമായി ഏട്ടാ. ഇതിപ്പോൾ കേട്ടാൽ തോന്നുമല്ലോ എൻ്റെ പെണ്ണം കണ്ട് കാണാൻ വന്നതെന്ന്. അത് ആരാണെന്ന് കൂടി അറിയാതാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മ അപ്പോഴാണ് കിഷോർ ഒരു കാര്യം ഓർത്തത്. ഉമ്മയുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ദുവ, ഉമ്മ ഇന്ന് സസി ടീച്ചറും ഗോപനും വീട്ടിൽ വന്നു. ഇവളെ അവർക്ക് കെട്ടിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചു. കൊള്ളാലോ. എന്നിട്ട് എന്തായി മോനെ? കല്യാണം എന്നൊക്കെ തീരുമാനിച്ചു? ഇവിടെ പരീക്ഷ കഴിയട്ടെ ഉമ്മ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കല്യാണം നടത്താം. ശരിയാണ്, അത് കഴിഞ്ഞിട്ട് മതി. കാരണം എനിക്ക് അടിച്ചു പൊളിച്ച് കല്യാണത്തിനൊന്ന് പൊളിക്കാനുള്ളതാണ്, ദുവ പറഞ്ഞു. മാളൂട്ടിയുള്ള ചിരിയോട് നോക്കി എന്നിട്ട് പറഞ്ഞു, അതിനെ എൻ്റെ മുത്തേ, നിന്നെ എൻ്റെ പാറക്കുട്ടിക്ക് കൊണ്ട് കൊടുത്തിട്ടേ ഞാൻ വീടിൻ്റെ പടിയിറങ്ങും. അല്ലെങ്കിലേ എൻ്റെ പാറക്കുട്ടിയെ അവിടെ ഒറ്റയ്ക്കായിപ്പോവും. എൻ്റെ ആദ്യേട്ടനും രണ്ടുപേരും സുരക്ഷിതമായി നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ആ വീടിൻ്റെ പടിയിറങ്ങാൻ. പിന്നെ എൻ്റെ കിഷോറേട്ടനും കൂടി ഒരു പെണ്ണ് വേണം. ഇപ്പം കണ്ട പെണ്ണിനെ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ പെണ്ണ് മതി ഏട്ടാ. നിനക്കെന്താടി? കിഷോറോണ്ട് തലക്കിട്ട് തന്നെ കൊടുത്തു ഒരു കൊട്ട്. നീ ഇതുവരെ അത് വിട്ടില്ലേ? നീ ഇപ്പോഴും അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇതേസമയം ആ കാറ് കടലിൽ നിന്ന് മറയുന്നവരെ അവൾ നോക്കി നിന്നു. പെട്ടെന്ന് അവനെ കണ്ട സർപ്രൈസിൽ പോയി സംസാരിക്കാനും പറ്റിയില്ല. ഇത് രഞ്ജിനി വർമ്മ. അതാരായിരിക്കും? പുതുതായി ചാർജ് എടുക്കാനായി എത്തിയിരിക്കുന്ന. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ആരാണെന്ന് ഈ രഞ്ജിനി വർമ്മ എന്ന കഥാപാത്രം ആരാണെന്ന് നിങ്ങൾക്ക് വല്ലതും കത്തിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വന്ന് മറുപടി ഇട്ടേക്കൂ. ആരാണെന്ന് ഈ രഞ്ജിനി വർമ്മ ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ. ഓക്കെ, ബൈ.